ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾക്ക് ചോറും അതുപോലെ തന്നെ കുറച്ച് കപ്പലണ്ടി ഉണ്ടെങ്കിൽ ഒരു അടിപൊളി ലഞ്ച് റെസിപ്പി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിപ്പം 1/2 കപ്പ് കടല എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഉഴുന്ന് 1 ടീസ്പൂൺ ചേർക്കുക, കുരുമുളക് 1 ടീസ്പൂൺ, പിന്നെ ഉണക്കമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. 2 എണ്ണമാണ് ഞാൻ ചേർക്കുന്ന ഉണക്കമുളക്, എരിവിനനുസരിച്ചിട്ട് കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. പിന്നെ ഒരു പാത്രത്തിൽ എണ്ണ ഒഴിക്കുക, നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. അതിലോട്ട് നമ്മൾ കടുക് ചേർക്കുക. കടുക് പൊട്ടി വരുമ്പം ഉഴുന്ന് 1 ടീസ്പൂൺ ചേർക്കുക. പിന്നെ ഇതിലോട്ട് വെളുത്തുള്ളി ചേർക്കണം, പച്ചമുളക് ചേർക്കുക, കുഞ്ഞുള്ളി ചേർക്കുക. ഇതൊക്കെ 1 ടീസ്പൂണോളമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതെല്ലാം വഴണ്ടതിന് ശേഷം നമ്മൾക്ക് ഇതിലോട്ട് കടല ചേർക്കാം. 1 ടീസ്പൂണോളമാണ് ചേർക്കുന്നത്. കൂടുതൽ വേണമെങ്കിലും ചേർക്കാം, കാരണം ഇതൊരു കടല കൊണ്ടുള്ള റൈസ് ആണല്ലോ. അപ്പം നിറയെ വേണമെങ്കിലും ചേർക്കാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, കറിവേപ്പില ആവശ്യത്തിന് ചേർക്കുക. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു പൊടിയും കൂടെ ചേർക്കാം. പിന്നെ പുളിപ്പൊക്കെ ഇഷ്ടമാണെങ്കിൽ കുറച്ച് പുളിയും കൂടെ ചേർത്തിട്ട് പൊടിക്കാം ഈ ഒരു പൊടി. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലോട്ട് ഇത്തിരി ഉപ്പിടുന്നുണ്ട്. ചോറ് ഞാൻ ഉപ്പിട്ടിട്ട് വേവിച്ചതുകൊണ്ട് ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ഇടണുള്ളൂ. ഇനി ചോറ് നമ്മൾ ഇതിലോട്ട് ചേർക്കുക. ചോറെന്ന് പറയുമ്പം ഏത് ചോറ് വേണമെങ്കിലും എടുക്കുക. ഞാനിപ്പം പച്ചരിയുടെ സോനാ മസൂരിയുടെ ചോറാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് ഈ ഒരു മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വരും. അതിനുശേഷം അതൊന്ന് അങ്ങ് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അത്രേ ഉള്ളൂ. ഇതിപ്പം ലഞ്ച് റെസിപ്പീസ് ആയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുത്തുവിടാനോ അല്ലെങ്കിൽ നമ്മൾക്കിപ്പം ഓഫീസിലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാനൊക്കെ ആയിട്ടും ഉപയോഗിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങിൻ്റെ ഉപ്പേരിയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്, പപ്പടവും ചിപ്സും ഒക്കെ. ഞാനിപ്പം കൂർക്കയുടെ ഉപ്പേരിയാണ് ഇതിൻ്റെ കൂടെ കഴിക്കുന്നത്. ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്തേക്കുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.